ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ SI780 ഗെയിമിങ്ങിൻ്റെ അടുത്തൊരു ബസ്സിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ട്രിപ്പ് പോകാനുണ്ട്. നമ്മളുടെ ബാക്കിൽ കിടക്കുന്ന വണ്ടിയുണ്ട്, അതിലാണ് ഇന്നത്തെ ട്രിപ്പ്. നമ്മുടെ ഇന്ന് മറ്റേ അനിമേഷൻ ഉണ്ടായിരുന്നില്ല, അത് ഒരു പ്രശ്നം വന്നുകൊണ്ട് നമ്മൾ അനിമേഷൻ ഇട്ടില്ല. നമ്മുടെ ടൂർ മൂന്നാർക്കാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വണ്ടി ഇപ്പം നമ്മുടെ പുതിയൊരു ഹോളിഡേയ്സിൻ്റെ സ്ഥലത്താണ് കിടക്കുന്നത്. ഇവിടെ നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള വണ്ടികളെല്ലാം ട്രിപ്പിന് പോയൊക്കെ ഉണ്ട്. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ തുടങ്ങിയിട്ട് കാണാം. ഗൈസ്, ഇപ്പോൾ നമുക്ക് വണ്ടി നൈസായിട്ടൊന്ന് തിരിച്ചിടാം. പുതിയൊരു BMR ബോസ് മോഡലാണെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡിൽ ഒരു ചെറിയൊരു ഇടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഡ്രൈവർ വണ്ടി ഓടിച്ചപ്പോൾ, ഇപ്പോഴും ഡ്രൈവർ ഉണ്ടായിരിക്കണേ, ഞാനില്ല. അപ്പം നമുക്ക് തിരിച്ച് അവിടെ സർവീസ് ചെയ്തിടാം. ഏതാണ് നമ്മൾ സർവീസ് ചെയ്യുന്ന സ്ഥലം? കയറി കയ്യുമ്പച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പം നമുക്കൊന്ന് മിഷീനിൽ കയറ്റാം. അതിലൊന്ന് കുറച്ച് കഴുകിയിട്ട് മിഷീനിലോട്ട് കയറ്റാം. ഗൈസ്, നമ്മളിപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ മെഷീനിലൊന്നും കയറ്റി കഴുകാന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ, മെഷീനിലോട്ട് ഇപ്പം കയറ്റാം. അതേ വണ്ടി വന്നിട്ടില്ല, എന്തായാലും മെഷീനിൽ കയറ്റാം. കുറേയൊക്കെ ക്ലീൻ ചെയ്യാനുള്ളതായിരുന്നില്ലേ. ഗൈസ്, അപ്പം നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ വണ്ടിയുടെ വീലിലൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. അത് നമുക്ക് ഓമനക്കുട്ടൻ പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ട്. നമ്മുടെ പുതിയൊരു സർവീസ് സെൻറ്റർ നടത്തുന്ന ആളാണ്. സർവീസ് സെൻറ്റർ എന്ന് പറയാൻ പറ്റില്ല, അയാളുടെ വീട്ടിൽ വണ്ടിയൊക്കെ ശരിയാക്കി തരും. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങാടിയൊക്കെ ഒന്നും പോവേണം നമ്മളെ വണ്ടി എടുത്തിട്ട്. ട്രാഫിക്കൊക്കെ ഭയങ്കര കുറവാണ്, പയ്യങ്ങനെ പോവാം. കുറച്ച് ഒരു ബസ് കൊണ്ടില്ല. ഇനി അവിടെ എത്തിച്ചെന്നിട്ട് കാണാം. ഗായ്സ്, നമ്മുടെ ഈ വണ്ടിക്ക് 6 ഹോൺസ് ഉണ്ട്, 6 എയർ ഹോൺസ് ആണ്. ഞാൻ എൻ്റെ സൗണ്ട് കേൾപ്പിച്ചരാം. ഗായ്സ്, ഇപ്പം ഇത്രയും ഹോണുകളാണ് നമ്മുടെ വണ്ടിക്കുള്ള എയർ ഹോണുകൾ. അടുത്തത് നമ്മുടെ ലൈറ്റ് വർക്ക്സ്. നമ്മുടെ ലൈറ്റ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡ്രൈവർ ഉണ്ട്. നമ്മൾ ഈ ട്രിപ്പിൽ ആ ഡ്രൈവറാണ്. അപ്പോൾ ആ ഡ്രൈവറിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കറക്റ്റ് പേരൊന്നും എനിക്കറിഞ്ഞൂടാ. അയാളുടെ ഒരു വർക്ക് ഏരിയ മീൻസ് ഒരു കടയല്ല, അയാളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയായിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ആയിട്ടാണ് നമ്മളെ ഫുള്ള് ലൈറ്റ് വർക്ക്സും ചെയ്തേക്കണേ ഈ വണ്ടിയിലത്തെ. പിന്നെ നമ്മുടെ വണ്ടി ഇപ്പം എന്തിൻ്റെ എടുത്തതെന്ന് മനസ്സിലായി, എന്തോ ഒരു എയറിന് എന്തോ ഒരു പ്രശ്നമുണ്ട് വണ്ടിയുടെ. അതൊന്ന് ശരിയാക്കിയിട്ട് നമുക്ക് ട്രിപ്പിന് പോകാമെന്ന് വിചാരിച്ചിട്ടാ. അത് നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെയാണ് അപ്പുറത്തൊരു വർക്ക്ഷോപ്പ്.
ഗൈസ്, ഇതാണ് അപ്പം നമ്മുടെ ഓമനക്കുട്ടൻ സാർ അല്ല ഓമനക്കുട്ടൻ്റെ സർവീസ് സെൻറ്റർ. ഞാൻ വണ്ടിയിൽ ലൈറ്റൊക്കെ ഒന്ന് കാണിച്ചാൽ ഇറങ്ങിയിട്ട്. ഇതാണിപ്പോൾ വണ്ടിയുടെ ഔട്ട് സൈഡിലത്തെ ലുക്ക്. ഇനി ക്യാബിൻ നോക്കട്ടെ. അതെ, കയറട്ടൊന്ന് നീക്കിരണ്ടി വരും. ഇതാണ് നമ്മൾ ക്യാബിനിൽ കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രൈവർ ക്യാബിനിലെ ലുക്ക്. പിന്നെ ഫ്രണ്ട് സൈഡ് ഞാൻ വണ്ടി റിവേഴ്സ് എടുത്തതിൻ്റെ കാണിച്ചു തരാം. അതെ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ ക്യാബിനിലത്തെ കാര്യങ്ങൾ. ഫുള്ള് ഡിസ്കോ ലൈറ്റുള്ള വെച്ചേക്കണേ നമ്മൾ. ഇതേ കണ്ട കറങ്ങണത്. പിന്നെ സൈഡിലെന്തോ ഓർത്ത്. പിന്നെ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയിലത്തെ കാര്യങ്ങൾ. പിന്നെ ഇത് അടിയിലുണ്ട്, ആ സീറ്റിൻ്റെ എല്ലാത്തിൻ്റെ സൈഡിലായിട്ടുണ്ട്. പിന്നെ അത്രയൊക്കെയാണ് നമ്മുടെ ഈ വണ്ടിയിലായിട്ടുള്ളത്. ഗൈസ്, അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് പയ്യങ്ങളുടെ വണ്ടി സ്റ്റാൻഡിൽ നിന്ന് ഇറക്കാം. നമുക്കവിടെ ഫ്രണ്ടിൽ കൂടി പോവാം. ഇപ്പം നമ്മൾ ഓടിക്കണം, നമ്മൾക്ക് തന്നെ ഓടിച്ചേക്കാം. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ആൾക്കാർ നമ്മൾ എവിടെ നിന്നായിട്ട് അവിടെ സൈഡിൽ കുറച്ച് പേരിപ്പുണ്ട്. അവരെയാണ് നമുക്ക് കയറ്റേണ്ടത്. കുറച്ച് പേരുണ്ട്. അല്ല, സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണത്. സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ കൂടി തന്നെ ട്രെയിനൊക്കെ പോകുന്നൊരു വഴിയുണ്ട്. അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റായി വരും. അപ്പോൾ നമുക്കൊരു പാട്ടൊക്കെ അങ്ങനെ തുടങ്ങാം. कौन सी माम बिंग बिंग बू इन सस्ते नशे सारी इन शादी से कौन सी माम बिंग बिंग बू इन सस्ते नशे इन तार है टीवी कौन कसे 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 की बत्तियां बुझा के बस ट्रिप लैंड सस्ते नशे सस्ते नशे लूट में क्यों जाके थोड़ा
അപ്പോൾ ഗൈസ് നമ്മുടെ പാട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ സിഗ്നലെത്തിയിട്ടുണ്ട്. നമ്മൾ മോർത്തൊരു കൂട്ടിക്കേറ്റിരിക്കാം. അപ്പുറത്താളുണ്ടോ? ആ വണ്ടി അവിടെ നിന്ന് വിട്ടുപോയി. അപ്പോൾ പോവാം. നേരെയാണോ? ആ നേരെ. ഞാൻ അടുത്ത് വേറെ വല്ല പാട്ടിട്ടിട്ട് പോവാം.